ഒരു കായിക പ്രേമികളുടെ ഇഷ്ടമായിരുന്ന ഒരു സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു. കഴിഞ്ഞ 4 വർഷക്കാലത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വെള്ളട ഗ്രാമപഞ്ചായത്തിൽ ഒരു സ്റ്റേഡിയം പണി പൂർത്തീകരിക്കുവാനും അത് ഉദ്ഘാടനം ചെയ്യാനും സാധിച്ചു എന്നുള്ളതാണ് ഈ ഭരണസമിതിയുടെ വലിയ നേട്ടമായി നമ്മൾ കാണുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും താഴത്തുള്ള വിദ്യാഭ്യാസ മേഖലയിലെ സാധാരണക്കാരായ ആളുകൾ പഠിക്കുന്ന അംഗനവാടികൾ, ആ അംഗനവാടികൾ സ്മാർട്ട് അംഗനവാടികളാക്കി മാറ്റാനും വിദ്യാഭ്യാസം ഏറ്റവും താഴത്തുള്ള വിദ്യാഭ്യാസം യാഥാർത്ഥ്യമാക്കാനും വളരെ ഭംഗിയായി വിദ്യാഭ്യാസം കൊടുക്കുവാനും വേണ്ടിയുള്ള വലിയ സംവിധാനം എന്ന നിലയിൽ അവിടെ ഇടപെടാനും ഈ ഭരണസമിതിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ വിവിധ മേഖലയിൽ പരിശോധിക്കുമ്പോൾ എല്ലാ മേഖലയിലും പഞ്ചായത്തിന് ചെയ്യാൻ കഴിയുന്ന പദ്ധതികളെല്ലാം ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ട് വരുന്നതിനൊപ്പം തന്നെ വെള്ളട ഗ്രാമപഞ്ചായത്ത് ഏറ്റവും വലിയ വരുമാനമായ ഒരു മാർക്കറ്റ് വെള്ളട പഞ്ചായത്തിനകത്തുണ്ടായിരുന്നു. 2018 പണി ആരംഭിച്ച് 2025 ആയപ്പോഴും ആ പണി സമയബന്ധമായി പൂർത്തീകരിക്കാൻ ഏറ്റെടുത്ത ഏജൻസിയും അതുപോലെ തന്നെ ഫിഷറീസ് വകുപ്പും തയ്യാറാകാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ അവിടെ ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവിടെ മിനി മാർക്കറ്റ് സ്ഥാപിച്ചുകൊണ്ട് അവിടെ ആ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പഞ്ചായത്തിനകത്ത് വിവിധ മേഖലകളിൽ നമുക്ക് ആംബുലൻസിൻ്റെ സേവനം ലഭ്യമാക്കി ഇവിടുന്ന് രോഗിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയാൽ 50% പൈസ വാങ്ങുന്നതിനും ഒപ്പം ഡയാലിസിസ് പേഷ്യൻറ്റുകൾക്ക് സൗജന്യമായി ആശുപത്രി എത്തിക്കുന്നതിനും തിരിച്ച് വീട്ടിലെത്തിക്കുന്നതിനും വേണ്ടി ഒരു ആംബുലൻസിൻ്റെ സേവനം വെള്ള ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി. അങ്ങനെ എല്ലാ മേഖലയിലും സമസ്ത മേഖലയിലും വികസന പ്രവർത്തനങ്ങൾ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഇവിടെ ഓഡിറ്റ് പരാമർശവുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ശക്തമായ സമര പരിപാടികൾ CPM-ഉം LDF-ഉം ഒക്കെ നടത്തിയത്. ഇതെല്ലാം ജനങ്ങൾ കാണുന്നതാണ്. ഇത് നാടിൻ്റെ വികസനത്തിന് വേണ്ടി കൈയിട്ട് വരാൻ വേണ്ടി വന്ന ഒരു ഭരണസമിതിയല്ല, സാധാരണക്കാരെ സഹായിക്കാൻ വേണ്ടി വന്ന ഭരണസമിതിയാണ്. നാളിതുവരെ നയാ പൈസയുടെ അഴിമതി കാണിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഈ സ്ഥാനം വിനിയോഗിച്ചിട്ടില്ല. നാളെയും എൻ്റെ സ്ഥാനത്തിൽ ഏതൊരു മാറ്റം വന്നാലും വന്നില്ല എങ്കിലും അന്യൻ്റെ പൈസ മോഹിക്കുന്ന ഒരു പ്രവണത, കൈയിട്ട് വരുന്ന ഒരു പ്രവണത, കൈക്കൂലി വാങ്ങുന്ന ഒരു പ്രവണത, അഴിമതി കാണിക്കുന്ന ഒരു പ്രവണത എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. തീർച്ചയായിട്ടും ഇന്നലെ വരെ എന്നോടൊപ്പം നിന്ന ആളുകൾ, എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു ലൈവായിട്ടുള്ള ജീവിതമാണ്. ഞാൻ എൻ്റെ സമ്പാദ്യം എല്ലാവർക്കും അറിയാം, ഞാൻ എവിടെ ജനിച്ചു എന്ന് എല്ലാവർക്കും അറിയാം, എൻ്റെ വരുമാന സ്രോതസ്സുകൾ എല്ലാവർക്കും അറിയാം, ഞാൻ ജീവിക്കുന്ന രീതിയും എല്ലാവർക്കും അറിയാം. ഞാൻ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ടല്ല, ഏത് മേഖലയിൽ നിന്നുകൊണ്ടും ഒരു നയാ പൈസയുടെ അഴിമതി കാണിക്കാൻ തീർച്ചയായിട്ടും ഞാൻ ഈ സ്ഥാനം വിനിയോഗിക്കില്ല. ഈ സ്ഥാനം എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് ഞാൻ നാളിതുവരെ കാത്തു സൂക്ഷിച്ചത്. നാളെയും അങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കുമെന്ന് എന്നെ സ്നേഹിക്കുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ബഹുമാന്യരായ നാട്ടുകാരോട്, ജനാധിപത്യ വിശ്വാസികളോട് ഞാൻ ഈ അവസരത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു.